ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഫ്രണ്ട്സ്, ഞാനിന്ന് കിടിലൻ ടേസ്റ്റിലൊരു ബീഫ് കറിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ആ തട്ടുകടയിൽ നിന്നൊക്കെ ലഭിക്കുന്ന കിടിലൻ ടേസ്റ്റിലുള്ളൊരു ബീഫ് കറി ഉണ്ടല്ലോ, അതിൻ്റെ അതേപോലുള്ളൊരു ടേസ്റ്റ് ആകാനായിട്ട് ഞാൻ കുറച്ച് സാധനങ്ങളൂടെ എക്സ്ട്രാ ഇതിനകത്തിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് പറയാം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ബീഫ് കറിയുടെ റെസിപ്പി ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ കിടിലൻ ബീഫ് കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 3/4 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത് നമ്മളൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു സവാള ചെറുതായി അരിഞ്ഞതും കൂടി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഒരു 7-8 അല്ലി വെളുത്തുള്ളിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അത് കീറിയിടാതെ അതുപോലെ തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടി നമുക്ക് ഈ ബീഫിലേക്ക് ഇട്ട് കൊടുക്കാം. ഒപ്പം കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ബീഫിലോട്ട് മസാലയൊക്കെ പുരട്ടിയതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. നമുക്ക് കുക്കർ അടച്ചു വയ്ക്കാം. കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു 3-4 വിസിലാകുന്നിടം വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കാരണം ഓവറായിട്ട് കുക്കാകേണ്ട, ഒരു 70% വരെ കുക്കായാൽ മതിയാകും. അപ്പോൾ ആ വിസിലൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ പ്രഷറൊക്കെ പോയതിന് ശേഷം കുക്കർ ഓപ്പൺ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, നമ്മൾ ഒരു തുള്ളി പോലും വെള്ളം നമ്മൾ ഈ ബീഫിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടില്ലായിരുന്നു. എക്സ്ട്രാ വെള്ളം അതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഈ ബീഫ് കറിയിലേക്ക് കുറച്ച് സാധനങ്ങളോടൊന്ന് വഴറ്റി ചേർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 3-4 ടേബിൾ സ്പൂൺ തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ തേങ്ങ ഒത്തിരി അങ്ങ് മൂക്കണ്ട, കുറച്ചൊന്ന് കളറ് ചേഞ്ച് ആകുന്ന സമയം വരെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. ഇപ്പോൾ തേങ്ങാക്കൊത്തിൻ്റെ കളറൊക്കെ ചെറുതായിട്ട് മാറി അത്യാവശ്യം മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഏകദേശം ഒരു 100-150 ഗ്രാമോളം ചെറിയ ഉള്ളി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വലിയ ചെറിയ ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് കീറിയിട്ടിട്ടുണ്ട്. അല്ലാത്തത് ചെറിയ ഉള്ളിയൊക്കെ അതേപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. അപ്പോൾ ഈ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് ബീഫ് വഴറ്റിയെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒപ്പം തന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 7-8 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിനോടൊപ്പം ഒരു 2-3 പച്ചമുളകും കൂടി കീറി ഇട്ട് കൊടുക്കാം. അപ്പോൾ എരിയൊക്കെ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം. ഒപ്പം കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നിങ്ങൾ ഒരു പ്രാവശ്യം ഈ ഒരു രീതിയിൽ ബീഫ് കറി തയ്യാറാക്കി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ഈ ഒരു രീതിയിലേ ബീഫ് കറി തയ്യാറാക്കത്തുള്ളൂ. അത്രയ്ക്ക് കിടിലൻ ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു ബീഫ് കറിക്ക്. അപ്പോൾ നിങ്ങൾക്കും അത് മനസ്സിലാകും നിങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞാൽ. ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒത്തിരി അങ്ങ് മൂത്ത് പോകണ്ട, അത്യാവശ്യം നന്നായിട്ട് ചെറിയ ഉള്ളിയൊക്കെ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വഴന്ന് വരട്ടെ. ചെറിയ ഉള്ളി അത്യാവശ്യം വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ലോയിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ മല്ലിപ്പൊടി ആദ്യം തന്നെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. പ്രത്യേകിച്ച് ഇറച്ചിക്കറിയൊക്കെ വെക്കുന്ന സമയത്ത് മല്ലിപ്പൊടിയുടെ കുത്തൽ, ഒരു പച്ച കുത്തലുണ്ടല്ലോ, ആ പച്ച കുത്തൽ കാണാൻ പാടില്ല. അപ്പോൾ കറിക്കൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകും. മല്ലിപ്പൊടി നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. മല്ലിപ്പൊടി നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ എരിവുള്ളത് എരിവില്ലാത്തതും കൂടെ മിക്സ് ചെയ്തിട്ടാണ് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തത്. ഒപ്പം തന്നെ 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് നന്നായിട്ട് പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടികൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം കുറച്ചിടാൻ മറക്കരുത്, അല്ലെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു തക്കാളിയും കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളിയും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം കുറച്ച് കൂട്ടി വെച്ച് കൊടുത്താലും കുഴപ്പമില്ല. തക്കാളി ഒന്ന് വഴന്ന് കിട്ടട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ തക്കാളിയൊക്കെ അത്യാവശ്യം വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ബീഫ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് 1-2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ഗ്രേവി വേണം, കുറച്ച് ഗ്രേവി ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അത് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ കുറച്ചൊരു തിക്കായിട്ടുള്ള ഗ്രേവിയിലാണ് ഈ ബീഫ് കറി തയ്യാറാക്കുന്നത്. അപ്പോൾ അതായിരിക്കും നല്ല ടേസ്റ്റും. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കണം. അപ്പോൾ ഏകദേശം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റെങ്കിലും വേവിച്ചെടുക്കുമ്പോഴാണ് ഇതിൻ്റെ ആ യഥാർത്ഥ ടേസ്റ്റ്, ഈ ബീഫ് കറിയുടെ യഥാർത്ഥ ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ബീഫ് കറി ഇപ്പോൾ അടച്ചു വെച്ചിട്ട് ഏകദേശം 10 മിനിറ്റൊക്കെ ആയി. ഇനി നമുക്ക് അടപ്പ് മാറ്റാം. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് 10 മിനിറ്റ് അടച്ചു വെച്ചെങ്കിലും ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബീഫൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്. ആ തട്ടുകടയിലെ പൊറോട്ടയുടെ കൂടെ കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ബീഫ് കറി ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ആ മണവും ടേസ്റ്റും ഒക്കെ ഉണ്ട് ഈ ബീഫ് കറിക്കും. നമ്മുടെ വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് ഇതേ രീതിയിൽ കറി ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ ഒരു തുള്ളി പോലും ബാക്കി വെക്കാതെ കഴിച്ച് തീർക്കും. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കിട്ടിലൻ ടേസ്റ്റിലുള്ള ബീഫ് കറി എന്ന് പറയുന്നത്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ചെറിയ ഉള്ളിയും തേങ്ങാക്കൊത്തും ഒക്കെ ഇട്ട് വഴറ്റിയതിൻ്റെ പ്രത്യേക ഒരു ടേസ്റ്റ് ഈ ബീഫ് കറിക്കുണ്ട്. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്കും അത് മനസ്സിലാകും. ഈ കറി കണ്ടാൽ തന്നെ അറിയാം ഇതിൻ്റെ ടേസ്റ്റ് എത്രമാത്രമാണുള്ളതെന്ന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പത്തിൻ്റെയും പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ കിടിലൻ കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.